ഹായ് സ്റ്റുഡൻസ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ മെത്തേഡാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇക്വേഷൻസ് ഓഫ് മോഷൻ പഠിച്ചു. അതായത് ഇക്വേഷൻസ് ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് വസ്തുക്കളുടെ മോഷൻ അനലൈസ് ചെയ്യുന്നത് അല്ലേ? ഇക്വേഷൻസ് ഓഫ് മോഷൻസ് ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഏതൊക്കെയായിരുന്നു? ഒന്നാമത്തെ ഇക്വേഷൻ v = u + at അല്ലേ? രണ്ടാമത്തത് s = ut + ½ at². ഓക്കെ, ഇത് നമുക്ക് ഒന്നുകൂടി മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു v average ഇൻറ്റു t. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു v + u / 2 × t. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത്തത് v² = u² + 2as. ശരിയല്ലേ? നാലാമത്തത് SNT = u + a/2 × 2n - 1. ഈ ഇക്വേഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ വസ്തുക്കളുടെ മോഷനെ അനലൈസ് ചെയ്തത്. ഓക്കെ, ഇത് കൂടാതെ നമുക്ക് വേറൊരു മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ടും വസ്തുക്കളുടെ മോഷൻ അനലൈസ് ചെയ്യാം. അതാണ് ഗ്രാഫിക്കൽ മെത്തേഡ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രാഫിക്കൽ മെത്തേഡിനെ കുറിച്ചാണ്. എങ്ങനെ ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് വസ്തുക്കളുടെ മോഷൻ അനലൈസ് ചെയ്യാം. ഓക്കെ, നമുക്ക് പ്രധാനമായിട്ടും 3 ഗ്രാഫുകളാണ് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്, അതായത് XT ഗ്രാഫ്. ഓക്കെ, അവിടെ X എന്ന് പറയുന്നത് പൊസിഷനാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് പൊസിഷൻ ടൈം ഗ്രാഫ് എന്നും വിളിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓർ പൊസിഷൻ ടൈം ഗ്രാഫ്. രണ്ടാമത്തതാണ് വെലോസിറ്റി ടൈം ഗ്രാഫ്, അതിന് നമുക്ക് VT ഗ്രാഫ് എന്നും വിളിക്കാം. ഓക്കെ, മൂന്നാമത്തത് ആക്സലറേഷൻ ടൈം ഗ്രാഫ് ഓർ AT ഗ്രാഫ്. മനസ്സിലായില്ലേ? നമുക്ക് ഈ 3 ഗ്രാഫുകളും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഇതിൽ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് എന്ന് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് മീൻസ് ഇറ്റ് ഈസ് ദ ഗ്രാഫ് കണക്റ്റിംഗ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റിനെയും ടൈമിനെയും കണക്ട് ചെയ്യുന്ന ഗ്രാഫാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ്. ഈ ഗ്രാഫ് വരക്കുമ്പോൾ ടൈം X ആക്സിസിലും ഡിസ്പ്ലേസ്മെൻറ്റ് Y ആക്സിലുമാണ് എടുക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഈസ് ദ ഗ്രാഫ് കണക്റ്റിംഗ് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ടൈം ഇൻ വിച്ച് ടൈം ഈസ് ടേക്കൺ അലോങ് X ആക്സിസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ടേക്കൺ അലോങ് Y ആക്സിസ്. മനസ്സിലായല്ലോ? ഓക്കെ, നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് സ്റ്റേഷനറി ബോഡി, ദാറ്റ് ഈസ് ബോഡി അറ്റ് റെസ്റ്റ്. ഓക്കെ, നമുക്ക് ഗ്രാഫ് വരക്കണമെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റിനെയും ടൈമിനെയും കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആവശ്യമാണ്. നമുക്കറിയാം, ആ ഇക്വേഷനാണ് S = ut + ½ at². മനസ്സിലായല്ലോ? ഇവിടെ നമുക്കറിയാം വസ്തു റെസ്റ്റിലായതുകൊണ്ട് അതിൻ്റെ വെലോസിറ്റി 0 ആണ്. സോ വി ക്യാൻ ടേക്ക് u = 0. അതുപോലെ ആക്സലറേഷനും 0 ആണ്. ദാറ്റ് ഈസ് a = 0. ഓക്കെ, ഈ വാല്യൂസ് നമ്മൾ ഇക്വേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും S = 0. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ഈക്വൽ ടു 0. നമുക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനീഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. സോ ഐ ക്യാൻ റൈറ്റ് XF - XI = 0. ശരിയല്ലേ? ഇവിടെ ഞാൻ ഫൈനൽ പൊസിഷൻ X എന്നും ഇനീഷ്യൽ പൊസിഷൻ X0 എന്നും എടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇത് X - X0 = 0 എന്നെടുക്കാം. വേർ X0 ഈസ് ദ പൊസിഷൻ ഓഫ് ദ ബോഡി അറ്റ് t = 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് X = X0 എന്ന് കിട്ടും. ഇതിൻ്റെ മീനിങ് എന്താണ്? അതായത് പൊസിഷൻ ഓഫ് ദ ബോഡി ഈസ് ഓൾവേസ് X0 ബിക്കോസ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. അതായത് സമയം മാറുമ്പോഴും പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. മനസ്സിലായോ? കാരണം ബോഡി റെസ്റ്റിലാണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പൊസിഷൻ എന്ത് ചെയ്യില്ല? ടൈമിനനുസരിച്ച് മാറില്ല. ശരിയല്ലേ? ഇവിടെ ഞാനൊരു കണ്ടീഷൻ എടുക്കുന്നു. ഇനീഷ്യലി ബോഡി ഈസ് അറ്റ് എ പൊസിഷൻ 2 മീറ്റർ അവേ ഫ്രം ദ ഒറിജിൻ. അതായത് X0 = 2 മീറ്റർ. അങ്ങനെ ആകുമ്പോൾ X = 2 മീറ്റർ എന്ന് കിട്ടും. അതായത് നിങ്ങൾ ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഒരു ടേബിൾ വരയ്ക്കുക. ആ ടേബിൾ ഉപയോഗിച്ച് നമ്മൾ ഓരോ സമയത്തുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുക. നമുക്കിവിടെ കാണാൻ പറ്റുന്നത് 0 സെക്കൻഡിൽ 2 മീറ്റർ ആണ്, 1 സെക്കൻഡിൽ 2 മീറ്റർ ആണ്. കാരണം പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല? മാറുന്നില്ല. ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഒരു ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ്. മനസ്സിലായോ? അതായത് 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 3 സെക്കൻഡ് ഏത് ടൈം എടുത്താലും ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ പൊസിഷൻ എന്താണ്? സെയിം ആണ്, പൊസിഷൻ മാറുന്നില്ല. ഓക്കെ,
അപ്പോൾ നിങ്ങൾ ആദ്യമായി പഠിക്കേണ്ടത് ഇതാണ്, അതായത് ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. മനസ്സിലായില്ലേ? രണ്ടാമതായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ അല്ലേ? ഓക്കെ, എങ്ങനെയുള്ള സ്ട്രെയിറ്റ് ലൈൻ? ടൈം ആക്സിസിന് പാരലായിട്ട് അല്ലേ? സോ വി ക്യാൻ സേ ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് എ സ്റ്റേഷനറി ബോഡി ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു ടൈം ആക്സിസ്. മനസ്സിലായില്ലേ? ഇനി നിങ്ങൾ പഠിക്കേണ്ടത് ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്കറിയാം സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷനാണ് y = mx + c. ഓക്കെ, ഈ ഇക്വേഷനിൽ m ആണ് സ്ലോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സ്ലോപ്പ് ഈസ് ഈക്വൽ ടു m. അത് കണ്ടുപിടിക്കണമെങ്കിൽ ദർ ഇസ് എൻ ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു tan θ. ഓക്കെ, അപ്പം സ്ലോപ്പ് കണ്ടുപിടിക്കാൻ നിങ്ങൾ tan θ കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായില്ലേ? ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ എടുക്കുന്ന ഗ്രാഫ്, അതായത് ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊരു ഗ്രാഫ് വരച്ചാൽ ഓക്കെ, നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ലൈക്ക് ദിസ്. മനസ്സിലായോ? ഇനി ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ തീറ്റ കണ്ടുപിടിക്കണം, ആ ആംഗിൾ കണ്ടുപിടിക്കണം. ഇറ്റ് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ ആൻഡ് പോസിറ്റീവ് എക്സ് ആക്സിസ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു ലൈൻ വരക്കുന്നു എക്സ് ആക്സിന് പാരലായിട്ട്. അങ്ങനെയാണെങ്കിൽ ഇതാണ് ആംഗിൾ തീറ്റ. മനസ്സിലായോ? അപ്പോൾ ഈ ആംഗിൾ ഉപയോഗിച്ചുകൊണ്ട് tan θ കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് കിട്ടും. മനസ്സിലായോ? ഇതല്ലാതെ വേറൊരു മെത്തേഡ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്യുക. കണ്ടോ? ഓക്കെ, ഇനി നമുക്കറിയാം tan θ മീൻസ് ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഓപ്പോസിറ്റ് സൈഡ് ടു അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ അത് വെർട്ടിക്കലായിട്ടുള്ള ലൈനാണ്, ദാറ്റ് ഈസ് y ആക്സിസ്. ഓക്കെ, ദാറ്റ് വിൽ ഗിവ് ചേഞ്ച് ഇൻ y. അതുപോലെ അഡ്ജസൻറ്റ് സൈഡ് ഇതാണ്, അത് എക്സ് ആക്സിന് പാരലാണ്. സോ ഇറ്റ് വിൽ ഗിവ് Δx, ചേഞ്ച് ഇൻ x. അതുകൊണ്ട് tan θ = Δy/Δx ആണ്. ഇങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് എന്തായിരിക്കും? അപ്പോൾ ഈ ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എക്സ് ആക്സിന് പാരലായിട്ട് ഒരു ലൈന് വരയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ആംഗിൾ തീറ്റ 0 ആണ്. അതുകൊണ്ട് സ്ലോപ്പ് m ഈസ് ഈക്വൽ ടു tan 0 ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെയാണ് നമ്മൾ സ്ലോപ്പ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായില്ലേ? സോ വി ക്യാൻ സേ ദ സ്ലോപ്പ് ഓഫ് ദ ഗ്രാഫ് ഈസ് 0. ഇനി അടുത്ത ചോദ്യം, ഈ ഗ്രാഫ് തന്നിട്ട് വസ്തുവിൻ്റെ സ്പീഡ് എത്രയാണെന്ന് ചോദിക്കും. അത് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലായി. ഈ ബോഡി എന്തിലാണ്? റെസ്റ്റിലാണ്. അതായത് ഈ വസ്തുവിൻ്റെ പൊസിഷൻ എന്ത് ചെയ്യുന്നില്ല? ചേഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് വെലോസിറ്റി എത്രയാണ്? 0 ആണ്. ബിക്കോസ് വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻറ്റ്. അപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിന് മാറ്റമില്ല, പൊസിഷന് മാറ്റമില്ല. ഓക്കെ, ബോഡി റെസ്റ്റിലാണ്. അതുകൊണ്ട് വെലോസിറ്റി 0 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ബോഡി റെസ്റ്റിലായതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ആക്സലറേഷൻ 0 ആണ്. മനസ്സിലായോ? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ഗ്രാഫിൽ നിന്ന് ചോദിക്കും. അപ്പോൾ ആദ്യം ആ ഗ്രാഫ് പഠിച്ചു വെക്കുക, പിന്നീട് ഗ്രാഫിൻ്റെ ഷേപ്പ് പഠിക്കുക, പിന്നെ സ്ലോപ്പ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഇവിടെ സ്ലോപ്പ് 0 ആണ്. വെലോസിറ്റി എത്രയാണ്? ഇപ്പോൾ ഈ ഗ്രാഫ് തന്നാൽ വെലോസിറ്റി വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. പൊസിഷൻ മാറാത്തതുകൊണ്ട് ബോഡി റെസ്റ്റിലാണ്, അതുകൊണ്ട് വെലോസിറ്റി 0 ആണ്. അതുപോലെ ആക്സലറേഷൻ ചോദിച്ചാൽ ബോഡി റെസ്റ്റിലാണ്, അതുകൊണ്ട് ആക്സലറേഷനും 0 ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഈ ഗ്രാഫ് ഉപയോഗിച്ച് ചോദിക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഗ്രാഫിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് യൂണിഫോം മോഷൻ. നമുക്കറിയാം ഒരു ബോഡി യൂണിഫോം മോഷനിലാണെങ്കിൽ അതിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ്. ശരിയല്ലേ? ദാറ്റ് ഈസ് വെലോസിറ്റി ഈസ് എ കോൺസ്റ്റൻറ്റ്. ഇനി വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വസ്തുവിൻ്റെ ആക്സലറേഷൻ എത്രയാണ്? ആക്സലറേഷൻ 0 ആണ് അല്ലേ? ശരിയല്ലേ? ഓക്കെ, ഇനി വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണ് എന്ന് പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് കോൺസ്റ്റൻറ്റും ആവാം, നെഗറ്റീവ് കോൺസ്റ്റൻറ്റും ആവാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 2 കേസുകളുണ്ട്. അതിൽ ഒന്നാമത്തെ കേസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫ് ഓഫ് എ ബോഡി മൂവിങ് വിത്ത് പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. മനസ്സിലായോ? ഈ ഗ്രാഫ് വരക്കാൻ നമുക്ക് S ഈസ് ഈക്വൽ ടു ut + ½ at² എന്ന ഇക്വേഷൻ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, പക്ഷേ ഇവിടെ ബോഡി യൂണിഫോം മോഷനിലായതുകൊണ്ട് ആക്സലറേഷൻ 0 ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷൻ എന്തായി മാറും? S ഈസ് ഈക്വൽ ടു ut എന്നാകും. ശരിയല്ലേ? അവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് x - x0 ആണ്. സോ വി ക്യാൻ റൈറ്റ് x - x0 ഈസ് ഈക്വൽ ടു ut. ഓക്കെ,
ഇനി ഈ ഗ്രാഫ് വരക്കാൻ വേണ്ടി ഞാനൊരു ഇനീഷ്യൽ കണ്ടീഷൻ അസ്യൂം ചെയ്യുന്നു. ദാറ്റ് ഈസ് x0 ഈക്വൽ ടു 0. അതായത് ബോഡി അതിൻ്റെ മോഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒറിജിൻ എന്നാണ്. മനസ്സിലായോ? ഓക്കെ. കൂടാതെ ഞാൻ ഇനീഷ്യൽ വെലോസിറ്റി u ഈക്വൽ ടു +1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് അസ്യൂം ചെയ്യുന്നു. അവിടെ പ്ലസ് എന്നെടുക്കാൻ കാരണം നമുക്ക് വരക്കേണ്ട ഗ്രാഫ് എന്താണ്? ബോഡി മൂവിങ് വിത്ത് പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ്. അതുകൊണ്ട് ഞാനിവിടെ +1 മീറ്റർ പെർ സെക്കൻഡ് എന്നെടുത്തു. മനസ്സിലായില്ലേ? ഓക്കെ. അതുകൊണ്ട് ഈ ഇക്വേഷൻ ഒന്നുകൂടി മാറ്റി എഴുതാം. x ഈസ് ഈക്വൽ ടു ut. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഗ്രാഫ് വരക്കാം. പക്ഷേ ഗ്രാഫ് വരക്കണമെങ്കിൽ നമുക്ക് ടൈമും ഡിസ്പ്ലേസ്മെൻറ്റും തമ്മിൽ ഒരു ടേബുലർ കോളം ഉണ്ടാക്കണം. ഓക്കെ. ഇവിടെ ഞാൻ ടൈം സെക്കൻഡിലും ഡിസ്പ്ലേസ്മെൻറ്റ് മീറ്ററിലുമാണ് എടുക്കുന്നത്. ടൈം 0, 1, 2, 3 എന്ന് മാർക്ക് ചെയ്യുന്നു. ഓക്കെ. ടൈമിൻ്റെ വാല്യൂ 0 കൊടുത്താൽ നമുക്ക് എക്സിൻ്റെ വാല്യൂ എന്ത് കിട്ടും? x ഈക്വൽ ടു 1 ഇൻറ്റു 0 ഈക്വൽ ടു 0 മീറ്റർ. ടൈം 1 കൊടുത്താൽ x ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 1 ഈക്വൽ ടു 1 മീറ്റർ. ഓക്കെ. 2 എന്ന് കൊടുത്താൽ x ഈക്വൽ ടു 1 ഇൻറ്റു 2 ഈക്വൽ ടു 2 മീറ്റർ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് കിട്ടുന്ന പൊസിഷൻ 0, 1, 2. ഓക്കെ. ഇനി നമ്മൾ ഇതുപയോഗിച്ച് എന്ത് വരച്ചാൽ മതി? ഗ്രാഫ് വരച്ചാൽ മതി. അങ്ങനെ ഗ്രാഫ് വരച്ചാൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് ഇങ്ങനെയായിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കേണ്ടത് പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്ന വസ്തുവിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്. അപ്പോൾ ഈ രീതിയിലുള്ളൊരു ഗ്രാഫാണ് നമുക്ക് കിട്ടുക. മനസ്സിലായില്ലേ? അതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഗ്രാഫിൻ്റെ ഷേപ്പ് എന്താണ്? സ്ട്രെയിറ്റ് ലൈൻ തന്നെയാണ്. പക്ഷെ അത് ടൈം ആക്സിന് പാരലൽ അല്ല, ടൈം ആക്സിസിൽ നിന്ന് ചെരിഞ്ഞാണ് കിടക്കുന്നത് അല്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം ഇതിൻ്റെ ഷേപ്പ് എന്താണ്? ഇറ്റ് ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ ഇൻക്ലൈൻ ടു ടൈം ആക്സിസ്. മനസ്സിലായില്ലേ? ഓക്കെ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇനി മൂന്നാമതായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഇതിൻ്റെ സ്ലോപ്പ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ആംഗിൾ മാർക്ക് ചെയ്യുക. നമുക്കറിയാം ഇവിടെയുള്ള ആംഗിൾ തീറ്റ ഇത്രയാണ് അല്ലേ? അപ്പോൾ ഈ ആംഗിളിൻ്റെ വാല്യൂ എത്രയാണെന്ന് നോക്കുക. ഇതിൻ്റെ വാല്യൂ 90-നേക്കാൾ കുറവാണ് അല്ലേ? ദാറ്റ് ഈസ് തീറ്റ ലെസ് ദാൻ 90 ഡിഗ്രി. മനസ്സിലായില്ലേ? ഇനി ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം സ്ലോപ്പ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു m ഈക്വൽ ടു ടാൻ തീറ്റ. ശരിയല്ലേ? ഇവിടെ ഞാനൊരു കാര്യം പറയാം. തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രിയേക്കാൾ കുറവാണെങ്കിൽ ടാൻ തീറ്റ പോസിറ്റീവാണ് എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് പോസിറ്റീവാണ്. ഓക്കെ. ഇനി ഈ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണെങ്കിൽ ദാറ്റ് ഈസ് തീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് m ഈക്വൽ ടു ടാൻ തീറ്റ എന്തായിരിക്കും? നെഗറ്റീവാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെയുള്ള കേസിൽ ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവായതുകൊണ്ട് നമുക്ക് പറയാം സ്ലോപ്പ് പോസിറ്റീവാണ്. ഓക്കെ. പക്ഷേ ഇത് പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണോ വേരിയബിൾ ആണോ? അത് നമുക്കിങ്ങനെ മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു ലൈൻ വരക്കുന്നു. ഓക്കെ. എന്നിട്ട് ഞാൻ ആംഗിൾ മാർക്ക് ചെയ്യുന്നു. ആ ആംഗിൾ എത്ര തന്നെയാണ്? നേരത്തെ കിട്ടിയ തീറ്റ തന്നെയാണ്. ഞാൻ വേറൊരു പോയിൻ്റ് എടുക്കുന്നു. ആ പോയിന്റിലും അതേപോലെ ഒരു ലൈൻ വരച്ചു, ആംഗിൾ കണ്ടുപിടിച്ചു. അതും എത്ര തന്നെയാണ്? തീറ്റ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റിലും നിങ്ങൾക്ക് കിട്ടുന്ന ആംഗിൾ എന്താണ്? സെയിം ആണ്. ദാറ്റ് മീൻസ് ഹിയർ ദ സ്ലോപ്പ് ഈസ് എ കോൺസ്റ്റൻറ്റ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമുക്ക് പറയാം എന്താണ്? യൂണിഫോം മോഷനിലാണ് ഒരു ബോഡി മൂവ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ എക്സ് ടി ഗ്രാഫിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വെലോസിറ്റി എന്താണ്? വെലോസിറ്റി എന്താണ്? അതെങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാം വെലോസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ദാറ്റ് ഈസ് v ഈക്വൽ ടു xf മൈനസ് xi ഡിവൈഡഡ് ബൈ ടൈം ഇൻ്റർവെൽ t2 മൈനസ് t1 അല്ലേ? ഇത് നമുക്ക് ഡെൽറ്റ എക്സ് ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്നെഴുതാം. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഗ്രാഫിൽ നിന്ന് വെലോസിറ്റി കണ്ടുപിടിക്കാൻ ഞാൻ എന്താ ചെയ്യുന്നത് അറിയോ? ഞാൻ ഈ ഗ്രാഫിൻ്റെ മുകളിൽ 2 പോയിന്റുകൾ മാർക്ക് ചെയ്യുന്നു. ഒന്നിവിടെ, രണ്ടാമത്തെ പോയിന്റ് ഇവിടെ. മനസ്സിലായില്ലേ? ഇനി ആ പോയിന്റിൽ നിന്ന് ഞാൻ 2 പെർപെൻഡിക്കുലർ വരക്കുന്നു. ഒന്ന് ടൈം ആക്സിലേക്കും ഒന്ന് പൊസിഷൻ ആക്സിലേക്കും. മനസ്സിലായില്ലേ? ഓക്കെ. അതായത് 1 സെക്കൻഡിൽ
വസ്തുവിൻ്റെ പൊസിഷൻ 1 മീറ്റർ ആണ്. 2 സെക്കൻഡിൽ വസ്തുവിൻ്റെ പൊസിഷൻ 2 മീറ്റർ ദൂരത്താണ്. മനസ്സിലായില്ലേ? അതായത് ഈ ഒരു ടൈം ഇൻ്റർവെലിൽ, അതായത് 1 to 2 എന്ന് പറയുന്ന ആ ഒരു ടൈം ഇൻ്റർവെലിൽ, ഓക്കെ, 1 സെക്കൻഡ് എന്ന് പറയുന്നത് T1 ആണ്, 2 സെക്കൻഡ് എന്ന് പറയുന്നത് T2 ആണ്. അതുപോലെ പൊസിഷൻ, ഇനീഷ്യൽ പൊസിഷൻ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. കാരണം ഇനീഷ്യൽ ടൈമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 1 മീറ്റർ. ഫൈനൽ ടൈം 2 സെക്കൻഡ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് 2 മീറ്റർ. അതുകൊണ്ട് നമുക്ക് വെലോസിറ്റി v ഈക്വൽ ടു 2 - 1 ഡിവൈഡഡ് ബൈ 2 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു +1 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി പോസിറ്റീവ് ആണെന്ന് മനസ്സിലായി. ഇനി അത് പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണെന്ന് എങ്ങനെ മനസ്സിലാക്കും? ഞാൻ വീണ്ടും ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഒരു ഇൻ്റർവെൽ ഓഫ് ടൈം കാണാം. ഓക്കെ, ഏതൊക്കെയാണ് ടൈം? പൊസിഷൻ കണ്ടുപിടിക്കാൻ ഞാനൊരു പെർപെൻഡിക്കുലർ വരച്ചു. ടൈം കണ്ടുപിടിക്കാൻ വീണ്ടും ഒരു പെർപെൻഡിക്കുലർ ടൈം ആക്സിലേക്ക് വരച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ 2 to 3 ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 to 3 ഇൻ്റർവെല്ലിൽ ഇനീഷ്യൽ ടൈം എന്ന് പറയുന്നത് 2 ആണ്, ഫൈനൽ ടൈം 3 ആണ്. ഓക്കെ, അപ്പോൾ 2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പൊസിഷനാണ് ഇനീഷ്യൽ പൊസിഷൻ, 3ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് ഫൈനൽ പൊസിഷൻ. Therefore v ഈക്വൽ ടു 3 - 2 ഡിവൈഡഡ് ബൈ 3 - 2 അഗെയിൻ +1 മീറ്റർ പെർ സെക്കൻഡ്. ശരിയല്ലേ? അപ്പോൾ നമുക്ക് മനസ്സിലായി വെലോസിറ്റി എന്താണ്? പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം. അതിനുവേണ്ടി ഞാനൊരു ലൈൻ ടൈം ആക്സിസിന് പാരലായിട്ട് വരക്കുന്നു, എന്നിട്ട് ആംഗിൾ മാർക്ക് ചെയ്തു. ഇതിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് Δx ആണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ അത് വെർട്ടിക്കൽ ആക്സിസിന് പാരലാണ്, ദാറ്റ് ഈസ് Δx. ഓക്കെ, അടുത്തത് അഡ്ജസൻറ്റ് സൈഡ്, അത് ടൈം ആക്സിന് പാരലാണ്, സോ ഇറ്റ് ഈസ് Δt. ഓക്കെ, എന്ന് പറഞ്ഞാൽ Δx ബൈ Δt എന്ന് പറയുന്നത് സ്ലോപ്പാണ്. ദാറ്റ് മീൻസ് സ്ലോപ്പ് ഗീവ്സ് വെലോസിറ്റി. ശരിയല്ലേ? അതുകൊണ്ട് നമുക്ക് ഒരു കാര്യം മനസ്സിലായി, സ്ലോപ്പ് പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് വെലോസിറ്റിയും പോസിറ്റീവ് കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം വളരെ പ്രധാനമാണ്, ഡിസ്പ്ലേസ്മെൻറ്റ് ടൈം ഗ്രാഫിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് വെലോസിറ്റി കിട്ടുന്നു. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇവിടെ വസ്തു എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്? അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. നമുക്കറിയാം ടൈം ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് പൊസിഷൻ എന്താ സംഭവിക്കുന്നത് നോക്കിയാൽ മതി. ഇപ്പോൾ ടൈം ഇൻക്രീസ് ചെയ്യുമ്പോൾ പൊസിഷൻ എങ്ങോട്ടേക്കാണ് മാറുന്നത്? 0 സെക്കൻഡിൽ പൊസിഷൻ 0 മീറ്റർ ആണ്, 1 സെക്കൻഡിൽ പൊസിഷൻ 1 മീറ്റർ ആണ്, 2 സെക്കൻഡിൽ പൊസിഷൻ 2 മീറ്ററായി മാറി, 3 സെക്കൻഡിൽ പൊസിഷൻ 3 മീറ്റർ ദൂരത്തായി മാറി. എന്ന് പറഞ്ഞാൽ ബോഡി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു? ബോഡി ഈസ് മൂവിങ് എവേ ഫ്രം ദ പൊസിഷൻ. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഗ്രാഫ് നമുക്കൊരു കാര്യം കൂടി മനസ്സിലാക്കാം, ബോഡി ഈസ് മൂവിങ് എവേ ഫ്രം ദ ഒറിജിൻ വിത്ത് പോസിറ്റീവ് കോൺസ്റ്റൻറ്റ് വെലോസിറ്റി. മനസ്സിലായല്ലോ? ഇനി ഈ ഗ്രാഫിൽ നിന്ന് ആക്സലറേഷൻ കണ്ടുപിടിക്കാൻ ചോദിച്ചാലോ? വളരെ എളുപ്പമാണ്. കാരണം നമുക്ക് ഈ ഗ്രാഫിൽ നിന്നൊരു കാര്യം മനസ്സിലായി, വെലോസിറ്റി എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആക്സലറേഷൻ 0 ആയിരിക്കും, ബിക്കോസ് ആക്സലറേഷൻ ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. ശരിയല്ലേ? ഓക്കെ, ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ ടൈം t ഈക്വൽ ടു 0 ആവുന്ന സമയത്ത് വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ ബോഡി? പൊസിഷൻ എത്രയാണ്? 0 ആണ്. എന്ന് പറഞ്ഞാൽ ഇനീഷ്യലി ദ ബോഡി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ ഒറിജിൻ. മനസ്സിലായി? അപ്പോൾ ഈ ഗ്രാഫ് ഒന്ന് മനസ്സിലാക്കുക, ബോഡി എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഒറിജിനിൽ നിന്നാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഗ്രാഫിൽ നിന്ന് മനസ്സിലാക്കാം. ആൻഡ് ഓൾ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കാം, ഈ ബോഡി ഒറിജിൻ അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ദ ബോഡി ഈസ് സ്റ്റാർട്ടിങ് ഫ്രം എ പൊസിഷൻ 1 മീറ്റർ എവേ ഫ്രം ദ ഒറിജിൻ, അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫിൽ എന്ത് മാറ്റമാണ് വരിക? ഈ ഗ്രാഫിൽ വരുന്നത് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കില്ല? അറ്റ് t ഈക്വൽ ടു 0 x ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റ് എന്നല്ല. പിന്നെ എവിടെ നിന്നാണ്? അറ്റ് t ഈക്വൽ ടു 0 x0 ഈസ് ഈക്വൽ ടു 1 മീറ്റർ എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. ദാറ്റ് മീൻസ് യു വിൽ ഗെറ്റ് എ ഗ്രാഫ് ലൈക്ക് ദിസ്. ശരിയല്ലേ? ഇനി ബാക്കിയുള്ള ഗ്രാഫുകൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.